മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണത്തിലേക്ക്. അടിയന്തരപരമായ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി എന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ അതേസമയം തന്നെ ആ അടിയന്തരപരമായ ചർച്ച ഇന്ന് നടത്താൻ കഴിയുന്ന സാഹചര്യം സ്പീക്കർക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല. ചർച്ച ചെയ്യണമെന്ന് മാത്രമല്ല പറഞ്ഞത്, അടിയന്തരമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. സാധാരണ 1 മണിക്കാണ് നിശ്ചയിക്കുക, 12 മണിക്ക് നിശ്ചയിച്ചു. 1 മണിക്കൂർ മുമ്പ് ചർച്ചയ്ക്കെടുത്തു. ആ അവസരം പിന്നെ ഉപയോഗിക്കേണ്ടത് ആരാണ്? പ്രതിപക്ഷമല്ലേ. എന്താണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചത്? സഭയിൽ പ്രതിപക്ഷം സ്പീക്കർക്ക് നേരെ ആക്രോശമുയർത്തി. സ്പീക്കറെ നിങ്ങൾ എന്ന് വിളിക്കുന്നത്, ചെയറിനെ അഭിസംബോധന ചെയ്യുന്നത് കേരളത്തിലെന്നല്ല ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഒരാളും ചെയറിനെ അങ്ങനെ അഭിസംബോധന ചെയ്യില്ല. അതായത് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള യോഗ്യതയില്ല, പക്വതയില്ല എന്നൊക്കെ അങ്ങ് മുഖ്യമന്ത്രിയും പറഞ്ഞു എന്നുള്ളതാണ്. അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതാ ആക്ഷേപമാണോ? യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അപക്വമാണ് എന്ന് പറഞ്ഞത്. അപക്വം എന്ന വാക്ക് മലയാളത്തിൽ എന്ന് മുതലാണ് ആക്ഷേപമായത്? ഇതിനേക്കാൾ വലിയ ആക്ഷേപം ഒരു കൂസലില്ലാതിരുന്ന് കേട്ടയാളാണ് ഈ പ്രതിപക്ഷ നേതാവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? KPCC പ്രസിഡന്റ് പറഞ്ഞ ആക്ഷേപമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് അടുത്തിരുന്ന് ശാന്തനായി കേട്ടയാൾ ഞാൻ അപക്വമതിയാണ് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പ്രകോപിതനാവുകയാണോ? ഇനി അതിനെല്ലാം ഞങ്ങൾക്ക് കണക്കിന് തരാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയാമായിരുന്നല്ലോ, കണക്കിന് തരാമായിരുന്നല്ലോ. എന്തേ അത് അവസരം ഉപയോഗിക്കാതിരുന്നത്? സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണം സർക്കാരിനെ തുറന്നു കാട്ടാനുള്ള ഒരു അവസരം പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയെന്നാണ്. അല്ല, പ്രതിപക്ഷത്തിന്റെ നുണകൾ തുറന്നു കാട്ടപ്പെടുമെന്ന് വന്നപ്പോൾ ഭീരുക്കളെ പോലെ ഇറങ്ങി ഓടി എന്നതാണ്. മാധ്യമങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ സഭാ ടിവിയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉൾപ്പെടെ മുഴുവനായി കാണിക്കണമെന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് തീരില്ല. നിങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാൻ തയ്യാറാവാത്തത്? അവിടെ കണ്ടത് എന്താണ്? മാത്യു കൊഴുനാടൻ, അൻവർ സാദത്ത് ആദ്യം ഇടിച്ചു കയറാൻ നോക്കി. പിന്നീട് ബാക്കിയുള്ളവരെല്ലാം, ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ, അതിൻ്റെയൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണല്ലോ. അവിടേക്ക് ഇടിച്ചു കയറുന്നു, വാച്ചൻ വാർഡുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണ അത്തരമൊരു അന്തരീക്ഷം ഉണ്ടായാൽ സഭ നടന്നു പോകുമോ? അതുവരെ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. സഭ നടക്കുമെന്ന് വന്നപ്പോഴാണ്, എന്തു വന്നാലും സഭ നടക്കുമെന്ന് വന്നപ്പോൾ എന്തു വന്നാലും സഭ നടത്തരുത് എന്നതല്ലേ ഉണ്ടായത്. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ, പറയൂ, ഭരണപക്ഷത്ത് നിന്ന് ആരെങ്കിലും വെല്ലിലിറങ്ങിയോ? ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആരാണ് സഭ തടസ്സപ്പെടുത്താൻ ഉത്തരവാദി? വെല്ലിലിറങ്ങാതെ ഞങ്ങൾ തടഞ്ഞു അവരെ. ഒരാളൊന്നും ഇറങ്ങരുത്, കാരണം പ്രതിപക്ഷം രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതിന് നാളെ കാരണം പറയാൻ അവസരം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഭരണപക്ഷത്തു നിന്ന് ഒരാളും വരച്ച വരയ്ക്കപ്പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. ഇല്ലല്ലോ.